ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഒരു പുത്തൻ പ്രഭാതത്തിലേക്ക് കൂടി ഏവർക്കും സ്വാഗതം. ജീവിതം അതിൻ്റെ സ്വാഭാവികതയിൽ അനാവൃതമാകുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ഗതിവേഗത്തെ നിയന്ത്രിക്കുന്നതിനും സ്വാതന്ത്ര്യമില്ലേ? തീർച്ചയായിട്ടും മനുഷ്യജന്മത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യാനുസൃതം അവന് ജീവിതത്തെ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ലക്ഷ്യസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരമാകുമ്പോൾ, ഈശ്വര സാക്ഷാത്കാരമാകുമ്പോൾ അത് ലോകവിരുദ്ധം ആകുമോ? ഒരിക്കലും ഇല്ല എന്ന സന്ദേശം ഏവരിലേക്കും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. കാരണം ലോകജീവിതം ആത്മീയ ജീവിതത്തിന് അഥവാ ഈശ്വരീയ സാക്ഷാത്കാര ജീവിതത്തിന് എതിരാണെന്ന മുൻവിധി നമ്മെ ഈശ്വര ചിന്തനത്തിന്റെ സന്തോഷത്തിൽ നിന്ന്, നിർവൃതിയിൽ നിന്ന്, ഭാരരാഹിത്യത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഈ ലോകം ഈശ്വരമയമായി കണ്ടുകൊണ്ട്, ഈ ലോകത്തിൽ ചെയ്തികളൊക്കെ ഈശ്വരാർച്ചനമാക്കി ചെയ്തുകൊണ്ട് വർത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ആത്മബോധം എന്ന കൃതിയിലേക്ക് ഈ ഒരു തിരിച്ചറിവ് സാക്ഷാത്കരിക്കുന്നതിനായിക്കൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ഭഗവത് പാദർ പ്രപഞ്ചാവിഷ്കാരത്തെക്കുറിച്ച് അത് ഈശ്വരന്റെ തന്നെ ആവിഷ്കാരമാണ് എന്ന് പറഞ്ഞുറപ്പിക്കുന്നത് നമുക്ക് മനനം ചെയ്യാം. സച്ചിദാത്മന്യനസ്യൂതേ നിത്യേ വിഷ്ണൗ പ്രകൽപിതാഃ വ്യക്തയാ വിവിധാ സർവാഃ ഹാടകേ കടകാധിപത്. സച്ചിദാത്മനി, ആധാര തത്വത്തെ പുതിയൊരു പദപ്രയോഗം കൊണ്ട് ഭഗവത് പാദർ സൂചിപ്പിക്കുന്നു. സച്ചിത് ആത്മനി, സത്ത് എന്നത് ഉണ്മയെ സൂചിപ്പിക്കുന്ന പദമാണ്. എക്സിസ്റ്റൻസ്, ചിത്ത് നോളജ്, ബോധത്തെ സൂചിപ്പിക്കുന്നു. സത്ത് ചിത്ത്, ഇതാണ് പ്രപഞ്ചത്തിന്റെ ആധാരം. അത് പ്യോർ എക്സിസ്റ്റൻസ് ആണ്, പ്യോർ കോൺഷ്യസ്നെസ് ആണ്, നിരുപാധിക ഉണ്മ, നിരുപാധിക ബോധം. ഈ പ്രയോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ആവർത്തിച്ചു നോക്കണം. സച്ചിദാത്മനി അനസ്യൂതേ, അനസ്യൂതമായ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന തത്വം, സർവാധാരമായ തത്വം. നിത്യേ, നിത്യമായത്, നാശരഹിതമായത്, ആദ്യന്തങ്ങളില്ലാത്തത്. വിഷ്ണു, വിഷ്ണുവിൽ, വിഷ്ണു എന്നത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തത്വം എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയണം. അവിടെ വിഷ്ണുവും ശിവനും തമ്മിൽ ഭേദമില്ല. വിഷ്ണുവാണ് ശിവൻ, ശിവനാണ് വിഷ്ണു. നിത്യേ വിഷ്ണു പ്രകൽപിതാഹ, കൽപ്പിക്കപ്പെട്ടവയാകുന്നു. വ്യക്തയാ വിവിധാ സർവ, വ്യക്തമായ വിവിധങ്ങളായി ആവിർഭൂതമായിട്ടുള്ള എല്ലാം. ഈ ഡൈവേഴ്സിറ്റി, പല പ്രകാരത്തിലുള്ള എക്സ്പ്രഷൻസ്, ഇതിൻ്റെയൊക്കെ ബേസ് ഒന്നാണ്, ആധാരം ഒന്നാണ്, വിഷ്ണുവാണ്, സച്ചിദാത്മാവാണ്. ദൃഷ്ടാന്തത്തിലൂടെ പതിവ് പോലെ ശങ്കര ഭഗവത്പാദർ ഇത് വ്യക്തമാക്കുന്നു. ഹാടകേ, സ്വർണത്തിൽ, കാടകാധിപത്, കാടകം, വള, എക്സെട്ര മുതലായവ പോലെ സ്വർണം എന്ന ആധാര സത്തയിൽ, റോ മെറ്റീരിയലിൽ പല ആഭരണങ്ങളും ആവിർഭൂതമായതുപോലെയാണ് പരമേശ്വരനിൽ, വിഷ്ണുവിൽ, എക്സിസ്റ്റൻസിൽ, കോൺഷ്യസ്നെസ്സിൽ ഈ പ്രപഞ്ച വൈവിധ്യങ്ങളൊക്കെ പ്രകടമായി കാണുന്നത്. ഇത് കണ്ട് പേടിക്കേണ്ട, ഭയന്നൊഴിഞ്ഞു പോവേണ്ടതില്ല. മറിച്ച് ഇവിടെ വർത്തിച്ചുകൊണ്ട് തന്നെ ആധാരത്തെക്കുറിച്ച് ആലോചിക്കാൻ സാവകാശം കാണിച്ചാൽ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനത്തിലേക്കുള്ള പാത വെളിവായി കിട്ടും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ശങ്കര ഭഗവത്പാദർ നമ്മെ നയിക്കുന്നുണ്ട്. പടിപടിയായി ആശയങ്ങൾ ഉൾക്കൊള്ളാം. തൽക്കാലം കണ്ണു തുറന്ന് കാണുന്ന വൈവിധ്യമാർന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ ഈ പരമമായ സത്യത്തിന്റെ വിവിധ ആവിഷ്കാരങ്ങളാണ്. ആവിഷ്കാരങ്ങളെ കാണുമ്പോൾ സത്യത്തെ കാണാൻ മനസ്സിരുത്തുക.
എക്സ്പ്രഷൻസ് കാണുമ്പോൾ എക്സിസ്റ്റൻസിനെ ഓർമ്മിക്കുക. ഈ ഒരു രീതി തീർച്ചയായിട്ടും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അവലംബിക്കാൻ സാധിക്കും. അവിടെ ദൈനംദിന ജീവിതത്തിൽ ലൗകികതയിൽ മുഴുകുമ്പോഴും ആത്മീയത, ഈശ്വരീയമായ ചിന്ത ഉറപ്പാക്കാൻ സാധിക്കുന്നു. അതിന് നമുക്ക് സാധിക്കുമാറാവട്ടെ. ഹരി ഓം.